ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. മാവേലിക്കര സബ് ജയിലിലാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ ബലാത്സംഗ കേസിൽ ഇതാദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലറകളിലേക്ക് കടക്കുന്നു. ആദ്യം വന്ന ബലാത്സംഗ ഗർഭചിത്ര കേസിൽ നോട്ടു അറസ്റ്റിന്റെ ആനുകൂല്യത്തിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ 23 വയസ്സുകാരി നൽകിയ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ പുറത്തേക്കിറങ്ങി ലൈംലൈറ്റിൽ സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ, അതായത് ആദ്യമായി ബലാത്സംഗ കേസിൽ ജയിലറകളിലേക്ക് പോകുന്നു, അഴിക്കുള്ളിലേക്കാകുന്നു. ഒളിവുകാലത്തിനോ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി വ്യവഹാരങ്ങളിലേക്ക് കടക്കാനോ SIT സമയം നൽകിയില്ല, സാധ്യതകൾ ഒരുക്കിയില്ല. പഴുതടച്ചുള്ള പൂട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എക്സാക്ട്ലി കുടുങ്ങിയിരിക്കുന്നു, പെട്ടുപോയിരിക്കുന്നു, അകത്തായിരിക്കുന്നു. ഇനി ജയിലറകളിൽ 14 ദിവസം. നാളെ ജാമ്യാപേക്ഷ നൽകുമായിരിക്കും. അതിനപ്പുറം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. നേരത്തെ പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കേസുകൾ, രാഷ്ട്രീയ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് അടക്കം ജയിലിൽ കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാദ്യമായി ബലാത്സംഗ കേസിൽ ഇതാ ജയിലിൽ കിടക്കുന്നു. അതും മൂന്നാമത്തെ കേസ് വേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലറകളിലേക്ക് കടക്കാൻ. ആദ്യത്തെ 2 കേസുകളിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ബലാത്സംഗ ഗർഭചിത്ര കേസാണ്. ആ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് അറസ്റ്റ് നേടിയിരുന്നു. ഈ മാസം 21 വരെ അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവിന്റെ ബലത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിലസൽ. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇത് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നിയമ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് മൂന്നാമത്തെ കേസിൽ, 3-4 ദിവസം മുമ്പ് മാത്രം വന്ന കേസിൽ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് നിൽക്കാമെന്ന ഒരുപാട് എവിഡൻസ് ഉള്ള കേസിൽ കൃത്യമായ SIT രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിയിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, ജയിലിലെത്തിച്ചു. ഇനി 14 ദിവസത്തെ ജയിലറ വിവരങ്ങൾ. എന്തായാലും വളരെ വേഗമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള SITയുടെ സംഘം മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള സംഘം മാവേലിക്കര ജയിലിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. എന്തായാലും ഇനി ഇതിനകത്ത് രാഹുലിന്റെ വേണ്ടി SIT കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക നാളെയോ മറ്റന്നാളോ ആയിരിക്കും. കാരണം ഇന്നിപ്പോൾ വളരെ വിശദമായിട്ടുള്ള ഒരു ഇൻട്രോഗേഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ ഇന്നത്തെ ഇൻട്രോഗേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ഇനി ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ SIT കോടതിയിൽ സമർപ്പിക്കും. നാളെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ ആയിരിക്കും ഒരുപക്ഷെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. നാളെ തന്നെ രാഹുലിന്റെ ജാമ്യ ഹർജി രാഹുലിന്റെ അഭിഭാഷകൻ, ശാസ്ത്രമംഗലം മജിസ്ട്രേറ്റ് അടക്കമുള്ള അഭിഭാഷകർ നാളെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ പരാതി, ആദ്യത്തെ 2 പരാതിയിലും പോലീസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഒളിവിൽ പോവുകയും പിന്നീട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ വന്ന് വിലസുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ പരാതിയിൽ ജനപ്രതിയായിരിക്കെ MLA ആയിരിക്കെ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് പോവുകയാണ്. മാവേലിക്കര ജയിലിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കരിയറിൽ ഇപ്പോൾ ഒരു അഴിയെണ്ണുകയാണ്. ഇപ്പോൾ നമ്മൾ ജയിലിന് മുമ്പിലേക്ക് ചെറുതരത്തിലെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് അല്പസമയത്ത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഈ ജയിലിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വലിയ DYFIയുടെ പ്രതിഷേധമുണ്ട്. അങ്ങനെ DYFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും DYFIയുടെ പ്രതിഷേധം ഇവിടെ പുരോഗമിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ജയിലിന് മുമ്പിലും DYFI പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസിന്റെ വാഹനം ഇപ്പോൾ ജയിലിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് DYFIക്കും അതുപോലെ തന്നെ യുവമോർച്ചയ്ക്കും അടക്കം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ പ്രതിഷേധം എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നു. ജില്ലാ ആശുപത്രിയിൽ കണ്ടതാണ്. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ നിന്ന് ഇറക്കാനും ആശുപത്രിയിലേക്ക് കയറ്റാനും കഴിയാത്ത സാഹചര്യം. ആശുപത്രിയിൽ നിന്ന് ഇറക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ഇവിടെ സമാനമായുള്ള പ്രതിഷേധം DYFIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള പോലീസ് വാഹനം മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 14 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലറകളിൽ കഴിയേണ്ടി വരും. ഇനി ഇതിനിടയിൽ എപ്പോഴാണ് SIT കസ്റ്റഡി അപേക്ഷ നൽകുക, കസ്റ്റഡി അപേക്ഷ പോലീസ് മജിസ്ട്രേറ്റ് പരിഗണിക്കുക, അതിന് പിന്നാലെ എപ്പോഴാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നാളെ തന്നെ ഉണ്ടാകും. എന്തായാലും ഒരു രാത്രി ബലാത്സംഗ കേസിൽ പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതുവരെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അങ്ങേയറ്റം നിരാശനായിക്കൊണ്ട് ജയിലറയിലേക്ക് പോകുന്ന ഒരു കാഴ്ചകളാണ് കണ്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് കയറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.